അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ നൽകുന്ന ആത്മീയ കരുത്തിൽ പ്രാധാന്യമർഹിക്കുന്നവയാണ് ബദർ. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ ബദറിൻ്റെ ഓർമ്മ തന്നെ നമുക്ക് കരുത്ത് പകരുന്നതാണ്. ഏത് കാലത്തെ പ്രതിസന്ധിക്കും ഉത്തരം നൽകാൻ ബദറിന് സാധിക്കുമെന്നതാണ് ബദറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബദറിൻ്റെ കാലാനുസൃത വായന നാം നടത്തണം എന്ന് മാത്രം. ഇന്ന് പരിശുദ്ധ ഇസ്ലാമും മുസ്ലിമീങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇസ്ലാമോഫോബിയയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഇസ്ലാമിനെ പറ്റി ഭീതി പരത്തുവാനും ബോധപൂർവം ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ലവ് ജിഹാദ് ഒരു യഥാർത്ഥമായി വിശ്വസിക്കുന്നവരുണ്ട്. അത്രമാത്രം ഭീകരമായി ഈ നുണയെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. സംഘപരിവാർ തുടങ്ങിവെച്ച ഈ നുണ പ്രചരണം ക്രിസ്തീയ സംഘടനകളും ഏറ്റുപിടിച്ച് ഇപ്പോൾ അത് ഡാൻസ് ജിഹാദിലെത്തി. അതുപോലെ മുസ്ലിം ന്യൂനപക്ഷം എന്തോ അനർഹമായി ഇത് നേടിയെടുക്കുന്നു, അവർ ഭൂരിപക്ഷത്തിൻ്റെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ കവരുന്നു, മദ്രസാധ്യാപകർക്ക് മൊത്തം ഗവൺമെൻറ്റാണ് ശമ്പളം നൽകുന്നത് എന്ന് വരെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കള്ളപ്രചരണങ്ങൾക്ക് പിന്നിലുള്ള ലക്ഷ്യം മുസ്ലിമീങ്ങൾക്കെതിരെ എല്ലാവരെയും അണിനിരത്തുക എന്നത് തന്നെയാണ്. ബദറിൻ്റെ തുടക്കത്തിലും അബൂ സുഫിയാൻ ഈ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം ഹിജാസിനടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ട വിവരം അദ്ദേഹം അറിഞ്ഞു. ഉടനെ ലംലം ഇബ്നു അംറിൽ ഗിഫാരിക്ക് 20 മിസ്ഖാൽ കൂലി നിശ്ചയിച്ചു. വിവരം മക്കക്കാരെ അറിയിക്കാൻ ചുമതലപ്പെടുത്തി. വെറുതെ അറിയിച്ചാൽ പോരാ, ഭീതി പരത്തുന്ന വിധത്തിൽ. അങ്ങനെ അയാളുടെ ഒട്ടകത്തിൻ്റെ മൂക്ക് മുറിച്ചു, ഒട്ടകക്കട്ടിൽ തല്ലിപ്പൊട്ടിച്ചു, സ്വന്തം വസ്ത്രം കീറിപ്പറിച്ചു. ഏതൊരാൾ കണ്ടാലും അക്രമിയിൽ നിന്നും ഓടി വരുന്നത് എന്ന് തോന്നക്ക വിധം അയാൾ മക്കയിലെത്തി വിളിച്ചു പറയുന്നുണ്ട്, യാ മഅ്ശറ ഖുറൈഷ്, യാ മഅ്ശറ ഖുറൈഷ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഭവം. യഥാർത്ഥത്തിൽ ശത്രുക്കൾക്കുള്ള ഭയത്തിൽ നിന്നാണ് കള്ളപ്രചരണം ഉണ്ടാകുന്നത്. അഭയമുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനും കൊടിയ ശത്രുവുമായ അബൂലഹബ് ബദറിനെത്താതിരുന്നത്. പലിശ വകയിൽ ആസിബിന് ഹിഷാം അബൂലഹബിന് കൊടുക്കാനുണ്ടായിരുന്ന 4000 ദിർഹം കൂലിയായി നിശ്ചയിച്ച് പകരം യുദ്ധത്തെ നയിക്കുകയാണ് ചെയ്തത്. അബൂലഹബിൻ്റെ ഭയത്തിന് കാരണം ആത്തിക ബീവി റളിയല്ലാഹു അൻഹ കണ്ട സ്വപ്നമാണ്. ഒരാൾ ഒട്ടകപ്പുറത്ത് വന്ന് മക്കയെ മുന്നറിയിപ്പ് നൽകുന്നു. കഅബയുടെ പുറത്തും അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് മരിച്ചു വീഴാനുള്ള സ്ഥലത്തേക്ക് പോവുക എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. കൂടാതെ മലയുടെ മുകളിൽ കയറി വലിയ പാറ താഴേക്ക് തള്ളിയിട്ടു. അത് പൊട്ടിച്ചിതറി അതിൻ്റെ കഷ്ണങ്ങൾ എല്ലാ വീട്ടിലും പ്രവേശിച്ചു. ഈ സ്വപ്നത്തിൻ്റെ പേരിൽ പലരും ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ സത്യം അവർക്കറിയാം. അത് മൂടി വെച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. ശത്രുപക്ഷത്തുണ്ടായിരുന്ന അഖ്നസ് ഇബ്നു ശരീഖസ് സഖഫി അബൂജഹലിനോട് ചോദിക്കുന്നുണ്ട് ഈ സംഭവം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പരിശുദ്ധ ഇസ്ലാം വളരുന്നു, എതിർക്കുന്തോറും ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. എതിർക്കുന്നവർ തന്നെ ഇസ്ലാമിലെത്തുന്നു. അതിൽ അസൂയ പൂണ്ടവരുടെ കുതന്ത്രങ്ങളാണ് ഈ നുണപ്രചരണം എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നുണപ്രചരണങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാനാകില്ല എന്ന് ബദർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ചിലപ്പോൾ പ്രകൃതി പോലും എതിരായി നിൽക്കും. നാം ഇപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ റമളാനിൽ നമുക്ക് പള്ളികൾ അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. ഹൃദയവേദനയോടെ നമ്മുടെ നിസ്കാരം വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല വേദനയ്ക്ക് ഉന്നതമായ പ്രതിഫലം നൽകുന്നുണ്ട്. ഈ വർഷം റമളാനിൽ വീണ്ടും നിയന്ത്രണങ്ങൾ ഇല്ലാതെ നമുക്ക് സുന്ദരമായി പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. ബദറിൽ ഖുറൈശികൾ തടാകത്തിൻ്റെ അടുത്തും മുസ്ലിങ്ങൾ അകലെയുണ്ടായിരുന്നു. മുസ്ലിമീങ്ങളിൽ വലിയ അശുദ്ധിയുള്ളവരും ചെറിയ അശുദ്ധിയുള്ളവരും ദാഹിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയായപ്പോൾ സ്വഹാബത്തിന് മനക്ലേശമുണ്ടായിട്ടുണ്ട്. പിശാച് അവരിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കിതാബുകൾ നോക്കിയാൽ കാണാവുന്നതാണ്. ഇന്നും നമ്മുടെ മനസ്സിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആട്ടി ഓടിക്കപ്പെടുന്ന റോഹിംഗ്യക്കാരെ കാണുമ്പോൾ, ആ കൂട്ട ആക്രമണത്തിന് വിധേയരാകുന്ന പീഡിതരെ, അതുപോലെ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയരാകുന്ന പീഡിതരെ കാണുമ്പോൾ, ഫലസ്തീനിൽ പിടയുന്ന പിഞ്ചോമനകളെ കാണുമ്പോൾ, കടലിൽ മുങ്ങിമരിക്കുന്ന അഭയാർത്ഥികളെ കാണുമ്പോൾ മുസ്ലിങ്ങളായിട്ടും എന്തുകൊണ്ട് ഈ ദുരന്തമുണ്ടാകുന്നു? അതിനുള്ള ഉത്തരമാണ് ബദർ. തീർച്ചയായും ബദർ നമുക്ക് പ്രതീക്ഷയാണ്. ആകാശം കനിയും, കാരുണ്യത്തിൻ്റെ മഴയുണ്ടാകും.
ശത്രുക്കളുടെ സന്നാഹമാണ് നാം ഇന്ന് ഭയക്കുന്ന ഒരു കാര്യം. അവർ മീഡിയ കീഴടക്കി, സർക്കാർ സംവിധാനം കീഴടക്കി, മറ്റ് താക്കോൽ സ്ഥാനം കീഴടക്കി. ഇങ്ങനെ സന്നാഹങ്ങൾ വിജയിക്കുമെങ്കിൽ ബദറിൽ ശത്രുക്കളാണ് വിജയിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ സഹായമാണ് വിജയത്തിൻ്റെ നിദാനം. അള്ളാഹു കൂടെയുണ്ടെങ്കിൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടോ എന്നതാണ് പ്രശ്നം. അവരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന നോമ്പിൽ ആ കാര്യം ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. അള്ളാഹു ബദരീങ്ങൾക്ക് ഒപ്പമുണ്ടായി. അതുകൊണ്ട് അവൻ്റെ മലക്കുകളും വന്നിറങ്ങി. പ്രകൃതി മഴ പെയ്ച്ചു അനുകൂലമായി. ഈത്തപ്പന മടലുകൾ പടവാളായി പരിണമിച്ചു. പിശാച് ഓടിമറഞ്ഞു. ശത്രുക്കൾ വെട്ടേറ്റ് വീണു. ബദർ വൻ വിജയമായിട്ടുണ്ട്. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടോ എന്നതാണ് പ്രശ്നം. അതോ പിശാചാണോ നമ്മെ വഴി നടത്തുന്നത്? അള്ളാഹു കൂടെ ഉണ്ടാവണമെങ്കിൽ നാം അള്ളാഹുവിനെ ഓർക്കണം. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തഖ്വയുണ്ടായാൽ അള്ളാഹു കൂടെ ഉണ്ടാകും. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ്വല്ലദീന ഹും മുഹ്സിനൂൻ.